ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോക്കറ്റ് ഷവർമയുടേതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, മസാലയൊന്നും വട്ടണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് ഷവർമയ്ക്കുള്ള ഡോ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് മൈദ എടുത്തിന്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1.25 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ്. ഇനിയിപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ലേ, അതുപോലെ കുഴച്ചിട്ടെടുക്കലാണ്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൈദപ്പൊടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അധികമായി പോവും. അതുകൊണ്ട് നോക്കി നോക്കി വേണം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ല തന്നെ ഒന്ന് കുഴച്ചിട്ട് ഉരുട്ടിയിട്ടെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതാ ഞാൻ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കലാന്ന്. അപ്പോൾ അതാ ഷവർമയ്ക്ക് വേണ്ടുന്നുള്ള വെജീസ് എല്ലാം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, കാബേജ്, കുക്കുംബർ, പിന്നെ ഉള്ളി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് മയണൈസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കലാന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പും കൂടി ഈ ടൈമിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ മയണൈസ് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാന്ന്. അപ്പോൾ ഈ ടൈമിൽ ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ 2 മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ മാവിടെ നല്ല തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് മാറ്റലാന്ന്. അപ്പോൾ ഒരു 2 ചപ്പാത്തിൻ്റെ എല്ലാം ഉരുളിയില്ലേ, ആ വലുപ്പത്തിലാണ് ആക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നല്ലതിലേക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ ചപ്പാത്തിൻ്റെ അത്ര നേർങ്ങനെ പരത്തണ്ട, ഒരു കുറച്ച് കനത്തിൽ വേണം ഒന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള 2 ഷീറ്റ് ഒന്നിച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കലാന്ന്. ഫുള്ളായി കട്ട് ചെയ്യേണ്ട, ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കലാന്ന്. അപ്പോൾ ഈ സൈഡ് ഭാഗത്ത് ആവാണ്ടൊന്ന് നോക്കണം, അപ്പോൾ ഒട്ടുമ്പോൾ ഒന്ന് ഒട്ടിക്കിട്ടൂല. പിന്നെ മയണൈസ് കുറച്ച് കട്ടിയിൽ തന്നെ അടിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളെ മറ്റേ ഷീറ്റും കൂടി വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് എടുക്കലാന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ മൊത്തത്തിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി പൊങ്ങി വന്നിട്ടുണ്ട് ആക്കി വെച്ചതിന് ശേഷം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കലാന്ന്. അപ്പോൾ അതാ നെയ്യിലിടുമ്പോൾ തന്നെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. അപ്പോൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് പൊരിച്ചിട്ടെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ മുഴുവൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കലാന്ന്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോക്കറ്റ് ഷവർമയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെക്കേഷനിലല്ലേ, കുട്ടികൾക്കൊക്കെ വൈകുന്നേരം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.